നമസ്കാരം, മെട്രോമാനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളിൽ ഒരാളാണ് മഞ്ജു വാര്യർ. 3 പതിറ്റാണ്ടിലധികമായി സിനിമയിൽ സജീവമായി നിൽക്കുന്ന മഞ്ജുവിന് വളരെ വലിയ ആരാധക വൃന്ദമാണ് ഉള്ളത്. അടുത്ത കാലത്തായി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിലും വലിയ പിന്തുണയാണ് നേടിയിട്ടുള്ളത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സംവിധായകൻ സനൽകുമാർ ശശിധർ നടി മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി മഞ്ജു വാര്യർ എന്ന നടിയുടെ സിനിമകളെയും അഭിമുഖങ്ങളെയും കാണുന്ന മലയാളികൾക്ക് ഒട്ടും വിശ്വസിക്കാൻ തോന്നാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് സനൽകുമാർ അഭിമുഖങ്ങളിലൂടെയും ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെയും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ സനൽകുമാർ ശശിധർ അടുത്തിടെയായി നടിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റഫീല നിസാർ അഹമ്മദ് എന്ന ഫേസ്ബുക്ക് യൂസർ പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. സ്വന്തം മക്കളെക്കാളും ജപ്തിയാകാൻ പോകുന്ന വീടിനേക്കാളും മഞ്ജുവിന്റെ കാര്യത്തിൽ സനൽകുമാർ ശശിധറിന് ഉത്കണ്ഠ ഉണ്ടാകേണ്ട കാര്യം എന്താണ് എന്നാണ് റഫീല നിസാർ അഹമ്മദ് കുറിപ്പിലൂടെ ചോദിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: സിനിമാ മാഫിയ സംഘത്തിന്റെ തടവിലുള്ള ഒരാൾക്ക് എങ്ങനെ പരസ്യങ്ങൾ ചെയ്യാനാകും? കുഞ്ചാക്കോ ബോബന്റെ ഫാമിലിക്കൊപ്പം വിദേശ ടൂറുകൾ ചെയ്യാനാകും. അജിത്തിന്റെ കാർ റേസിംഗ് മത്സരത്തിൽ പങ്കെടുക്കാനാകും. ഉദ്ഘാടനങ്ങൾ, അഭിമുഖങ്ങളൊക്കെ ചെയ്യാനാകും. സിനിമ എടുക്കുവാൻ കഴിവുള്ള സിനിമ പ്രാണനായ ഒരു സംവിധായകന് കുടുംബത്തെക്കാളും രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളും മക്കളെക്കാളും ജപ്തിയാകാൻ പോകുന്ന വീടിനേക്കാളും സ്വന്തം ആത്മാഭിമാനത്തെക്കാളും മഞ്ജു വാര്യരുടെ കാര്യത്തിൽ ഉത്കണ്ഠ കാണേണ്ട കാര്യം എന്താണ്? ഞാൻ എന്റെ മനസ്സിലുള്ള ഈ ആശങ്ക എഴുതി ഇട്ടാലും പുള്ളിക്കാരൻ പറയും മാഫിയ എനിക്ക് പണം തന്ന് എഴുതിച്ചതാണെന്ന്. നന്നായി എഴുതുവാൻ കഴിവുള്ള, സംസാരിക്കാൻ കഴിവുള്ള സംവിധായകൻ, ചെയ്യാൻ കഴിവുള്ള ഒരാള് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ നിരന്തരം പല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടും ഇതേ വിഷയം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണ്? ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നലെയോ മിനിഞ്ഞാന്നോ പോലും ഈ വിഷയത്തിൽ ആളെ ഇട്ട വീഡിയോ കണ്ടിരുന്നു എന്നായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അതേസമയം സംവിധായകൻ സനൽകുമാറിനെ പരിഹസിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശും രംഗത്തെത്തിയിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സനൽ സ്വയം പരിഹാസ്യനാവുകയാണ് എന്നതാണ് സംവിധായകൻ പറയുന്നത്. നിരാശാജനകമായി ഇങ്ങനെ അധംപതിച്ചു പോകരുതെന്നും ശാന്തിവിള പറയുന്നുണ്ട്. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു പ്രതികരണം. സനൽകുമാർ ശശിധർ എന്ന തിരുവനന്തപുരം നിവാസിയായ ഒരു മനുഷ്യൻ ആദ്യം ചെയ്ത സിനിമ തന്നെ ശ്രദ്ധേയമാക്കിയ കലാകാരൻ സ്വപ്നലോകത്തെ ബാലഭാസ്കർ പോലെ സ്വയം കഥയുണ്ടാക്കി അതിൽ തനിക്ക് തോന്നുന്നൊക്കെ വില്ലന്മാരാക്കി പിണറായിയെ വരെ വില്ലനാക്കിയിട്ടുണ്ട്. ഒരിക്കലും കൂട്ടിമുട്ടാൻ പോലും സാധ്യതയില്ലാത്ത ഒരു പ്രണയ കഥ ഉണ്ടാക്കി ചങ്ങമ്പുഴയുടെ രമണനെ പോലെ രമണനായി വിചാരിക്കുന്ന മനുഷ്യനാണ് സനൽകുമാർ ശശിധർ. മഞ്ജു വാര്യരെ വിളിച്ചുകൊണ്ടുവന്നാൽ ഞാൻ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആ പെൺകുട്ടിയിടുന്ന ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുവാനുള്ള പാങ്ങ് പോലും എനിക്കുണ്ടോ എന്ന് പോലും ചിന്തിക്കാത്ത കഷ്ടമാണ്. നിരാശാജനകമായി തോന്നുന്നു. ഒരു മനുഷ്യൻ അധപ്പതിക്കുന്നത് ഇങ്ങനെയുമാകാമോ? സമൂഹം ക്രിമിനലുകളായി കാണുന്ന ആരെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ മഹാന്മാരാക്കി അവർക്ക് വീരശൃംഖലകൾ നൽകുന്ന മനസ്സുകളുമായി ജീവിക്കുന്ന ഒരാളാണ് സനൽകുമാർ ശശിധർ. ദിലീപ് വീട്ടിൽ സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട ബാലചന്ദ്രൻ മാന്യനാണ്. അർജുൻ നയങ്കിയും PV അൻവറും രാഹുൽ മാങ്കൂട്ടും ഒക്കെയാണ് സനൽകുമാർ ശശിധരന്റെ റോൾ മോഡലുകൾ, പ്രിയപ്പെട്ടവരും. അതിൽ നിന്ന് തന്നെ അയാളുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. CPM-ഉം പിണറായിക്കും ഒക്കെ എപ്പോഴും വില്ലന്മാരുടെ പട്ടികയിലാണ് ഉള്ളത്. മോഹൻലാലും വില്ലന്മാരുടെ പട്ടികയിലാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ട് മോഹൻലാലിന് പനി വന്ന് അമ്മയിൽ നിന്ന് രാജിവെച്ച് ഓടി ഒളിച്ചു എന്നൊക്കെയാണ് ഈ മഹാൻ പറയുന്നത്. സനൽകുമാർ ശശിധർ ഉന്നയിക്കുന്ന വിഷയത്തിൽ വാസ്തവമുണ്ടോ എന്ന് അന്വേഷിക്കാൻ നമ്മുടെ ഗ്യാസ് മന്ത്രി സംവിധായകൻ ജോസ് തോമസിനോടും B ഉണ്ണികൃഷ്ണനോടും വിളിച്ചതത്രേ. സിനിമാ മേഖലയിലെ വിഷയം എന്ന നിലയിൽ ഫെഫ്ക ഇതിൽ ഇടപെടണമെന്നും വിഷയത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണമെന്നും ആണത്രേ സുരേഷ് ഗോപിയുടെ ആവശ്യപ്പെട്ടത്. എന്റെ പൊന്നു സനൽകുമാറെ വിശ്വസിക്കരുത്, 100% പുളുവടിയാണിത്. ഒന്നും സുരേഷ് ഗോപി അന്വേഷിക്കുകയില്ല. ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന നമ്പറുകളാണ്. സുരേഷ് ഗോപി ഇടപെട്ടിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് അർഹിക്കുന്ന രീതിയിൽ ഹെഡിങ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. 7 വർഷമായി ഞാൻ ആവശ്യപ്പെടുന്നതൊന്നും ഇവിടെ ഭരണപത്ര നിയമങ്ങളൊന്നും കണ്ടതായി ഭാവിക്കുന്നില്ല എന്നും സനൽകുമാർ പറയുന്നുണ്ട്. എന്റെ പൊന്നു സനൽകുമാറെ, ആത്മാർത്ഥതയുടെ തരിമ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ശ്രീ സുരേഷ് ഗോപിക്ക് ഈ വിഷയം 5 മിനിറ്റിൽ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അയാളുടെ കളിയാട്ടത്തിലും സമ്മറിൻ ബെത്ലഹേമിലും അടക്കം നായികയായ മഞ്ജു വാര്യരെ വിളിച്ച് ഈ കേൾക്കുന്നൊക്കെ എന്താണ് മഞ്ജു? നിന്റെയും നിന്റെ മോളുടെയും ജീവൻ
നിന്റെ പേഴ്സണൽ മാനേജറുടെയും പോയിന്റ് ബാങ്കിലാണോ എന്ന് സുരേഷ് ഗോപിക്ക് തിരക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അറിയാമല്ലോ ഉത്തരം. അപ്പോൾ മഞ്ജു പറയുമല്ലോ, എന്റെ PA ആയിട്ട് നടക്കുന്ന മനുഷ്യൻ എന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ എന്റെ മോളുടെ കാര്യം അത് അവളുടെ അച്ഛൻ നോക്കിക്കോളും. അയാൾ കണ്ണിൽ എണ്ണയൊഴിച്ച് എന്റെ മകളെ നോക്കുന്നു എന്നാണ് ആ കുട്ടി പറയുന്നതെന്നാണ് എന്റെ വിശ്വാസം. സുരേഷ് ഗോപിക്ക് പക്ഷേ മഞ്ജുവിനെ വിളിച്ച് ചോദിക്കാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിലുള്ള നടനാണ് ദിലീപ്. നല്ല ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഈ കേസ് വന്നപ്പോൾ പോലും സുരേഷ് ഗോപി ദിലീപിന്റെ പക്ഷമാണ് നിന്നത്. ദിലീപിനെ വിളിച്ച് നിന്റെ മകളുടെ ജീവിതം അപകടത്തിലാണോ എന്ന് തിരക്കിയാൽ ഈ പ്രശ്നം തീരും. ആ കുട്ടി MBBS പാസ്സായി കുറച്ചുകാലം അമൃതയിൽ എന്തോ ട്രെയിനിങ് ആയിട്ട് നിന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് MDക്ക് പഠിക്കുകയാണ് എന്നതാണ് എന്റെ അറിവ്. മീനാക്ഷിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരുത്തൻ ചെയ്താൽ അങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചാൽ അവനെ ഒറ്റവെടിക്ക് തീർത്തിട്ട് പരസ്യമായി അവളുടെ അച്ഛൻ ജയിലിൽ പോകും എന്നാണ് എന്റെ വിശ്വാസം. അത്രയ്ക്ക് സ്നേഹിച്ചാണ് അയാൾ ആ മകളെ വളർത്തി വലുതാക്കുന്നത്. അണ്ടർലൈൻ ഇട്ടു കേട്ടുള്ളൂ, ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കുന്നത്. എന്തേ സുരേഷ് ഗോപി ദിലീപിനെ വിളിച്ച് ചോദിക്കുന്നില്ല? ഫെഫ്ക സുരേഷ് ഗോപിയെ ഈ വിഷയത്തിൽ ഇടപെടുത്തിയിച്ചില്ല എന്നാണല്ലോ സനൽകുമാറിന്റെ കണ്ടുപിടുത്തം. മഞ്ജു അമ്മയിലെ മെമ്പറാണ്. മഞ്ജുവിന്റെ PA ബിനീഷ് ചന്ദ്രനും ഫെഫ്ക മെമ്പർ അല്ല. അപ്പോൾ B ഉണ്ണികൃഷ്ണനെ സുരേഷ് ഗോപി ചുമതല ഏൽപ്പിച്ചാൽ, ജോസ് തോമസ് അന്വേഷണ ചുമതല നൽകിയാൽ ഒന്നും ഇവിടെ സംഭവിക്കില്ല എന്ന ചിന്ത പോലും ഇല്ലാതെ പോയി സനൽകുമാറിന് എന്നായിരുന്നു ശാന്തിവിളയുടെ പക്ഷം. അതുപോലെ തന്നെ സിനിമയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേതനത്തിന്റെ തുല്യത ഇല്ലാതെ ഏറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. സിനിമയിലെ നായകന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കാളും കുറവാണ് നായികയ്ക്ക് ലഭിക്കുന്നത് എന്നതാണ് വിഷയം. ഇത് മുൻനിരക്കാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരേ ജോലിയായിട്ടും വേതനം കുറയുന്നത് വിഷമമുള്ള കാര്യമാണെന്ന് നടി ശാന്തി കൃഷ്ണ പറയുകയാണ്. നടിമാർക്ക് നടന്മാരെക്കാളും വേതനം കുറവാണ് എന്നത് വിഷമിച്ചിട്ടുള്ള കാര്യമാണ്. താനൊരു ഫെമിനിസ്റ്റ് അല്ല, പക്ഷേ തുല്യതയുടെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. നടന്മാരുടെ ഇതേ ജോലിയാണ് നമ്മളും ചെയ്യുന്നത്. തുല്യതയുള്ള കഥാപാത്രങ്ങളാണ് നായകന്റെയും നായികയുടെയും എങ്കിൽ പോലെ തന്നെയാണ് രണ്ടുപേരും ഹോംവർക്ക് ചെയ്യുന്നതും അഭിനയിക്കുന്നതുമെല്ലാം. എന്നിട്ടും എന്തുകൊണ്ട് പ്രതിഫലത്തിന്റെ കാര്യങ്ങൾ ഇത്രയും വലിയ വ്യത്യാസം വരുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പലരും അടുത്ത് സംസാരിച്ചപ്പോൾ പറയുന്നത് ബിസിനസ് ആണ് നമ്മൾ നോക്കുന്നത് എന്നതാണ്. നിങ്ങളും ഇതുപോലെ ഹിറ്റ് പടം കൊടുത്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്കും ഡിമാൻഡ് ചെയ്യാം എന്നതാണ് അവർ പറയുന്നത്. അതിന് അർത്ഥം നമ്മൾ തന്നെ സിനിമ നിർമ്മിക്കണം എന്നാണോ? നല്ലൊരു തിരക്കഥയിൽ നല്ലൊരു റോള് നല്ല രീതിയിൽ എഴുത് പടം ഹിറ്റായാൽ എന്തുകൊണ്ട് തുല്യ രീതിയിൽ പ്രതിഫലം ലഭിക്കുന്നില്ല? മഞ്ജു വാര്യർ സൂപ്പർ സ്റ്റാർ അല്ലേ? എന്നിട്ടും തുല്യമായ വേതനം ലഭിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മമ്മൂട്ടിക്കും മോഹൻലാലും സുരേഷ് ഗോപിക്കും ഒക്കെ പോലെ തന്നെ മഞ്ജു സൂപ്പർ സ്റ്റാർ ആണ്. പക്ഷെ തുല്യമായ പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ പറയും ബിസിനസ് ആണെന്ന്. ഇതുവരെ അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. വിഷമം തോന്നും. നമ്മളും കഷ്ടപ്പെട്ട് ലെജൻഡറിക്ക് അവരുടെ കൂടെ തന്നെ വന്ന ആൾക്കാരാണ്. ചിലപ്പോൾ നമ്മളെക്കാളും ജൂനിയർ ആയിട്ട് വന്ന ആൾക്കാരും കൂടെ ഉണ്ടാകും. പക്ഷെ അവർക്ക് റോളുകളും ചാൻസും എല്ലാം കിട്ടുന്നുണ്ട്, പണവും അവർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. നമ്മുടെ അടുത്ത് വരുമ്പോൾ മാത്രം ബഡ്ജറ്റിനെ കുറച്ച് പറയുന്നത് എന്തിനാണെന്ന് അറിയില്ല എന്നതായിരുന്നു ശാന്തി കൃഷ്ണ പറഞ്ഞത്.